എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പുണ്യഭൂമിയായ വാരണാസിയിലാണ്. വാരണാസിയിലെ ദശാശ്വമേധ് ഘാട്ടിലാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഘാട്ടുകളുടെ ഒരു യാത്രയാണ്. നമുക്ക് നടന്ന് ചെല്ലാം ഘാട്ടിലൂടെ. ഗംഗയുടെ തീരത്തിലൂടെ ഇങ്ങനെ നടന്ന് 80 പരം ഘാട്ട്സാണുള്ളത് ടോട്ടലി. വാരണാസി പേര് പോലെ തന്നെ വാരണ റിവർ മുതൽ 80 ഘാട്ട് വരെയാണ്. മൊത്തം 80 ഘാട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ കാഴ്ചകളെ കുറിച്ചാണ് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ സൈഡ് പോകാം. ഇത് ദശാശ്വമേധ് ഘാട്ട് കുറച്ച് ഇങ്ങോട്ടായിട്ട് വരുന്നത് ഒരു പകുതിയാണ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈ ലെഫ്റ്റ് സൈഡിലാണ് വരുണ റിവർ, പിന്നെ ഈ റൈറ്റ് സൈഡിൽ അങ്ങോട്ടാണ് നമ്മുടെ 80 ഘാട്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലാണ് അവസാനിക്കുക. അപ്പോൾ ഈ ഘാട്ട് സെൻട്രലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് പോകാം. ഇങ്ങോട്ടാണ് നമുക്ക് ആദ്യം കാശി ക്ഷേത്രം, കാശി വിശ്വനാഥ് ക്ഷേത്രം ഉണ്ടാകുന്നത്. പിന്നെ മണികർണിക ഘാട്ടുണ്ട്. അങ്ങനെ ആ സൈഡ് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നേരെ 80 ഘാട്ടിലേക്ക് പോകാം. അപ്പോൾ മനോഹരമായ 80 ഘാട്ടിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് മനോഹരമായ ദശാശ്വമേധ് ഘാട്ട്. ഇത് ഒരുപാട് തിരക്കുള്ള ഒരു ഘാട്ടുകളിൽ ഒന്നാണ്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഗംഗ ആരത്തി, പ്രധാനമായിട്ട് ഗംഗാ ആരത്തി ഇവിടുന്ന് ഉണ്ടാവുക. പിന്നെ ഒന്ന് 80 ഘാട്ടിൽ നിന്ന്. പിന്നെ ഇവിടെ ഒരു ബോട്ട് സഫാരി ഉണ്ട് വൈകുന്നേരം. ബോട്ടിങ്ങിൽ നമുക്ക് ഗംഗാ ആരത്തിയും ഗംഗയിൽ നിന്ന് കാണാം. ഗംഗാ ആരത്തി ഇവിടുന്ന് ചെയ്യുന്നത് അത് കാണിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് വരും. അത് മനോഹരമായ കാഴ്ചയാണ്. കാരണം ഈ ബോട്ടിൽ പലതരത്തിലും ബോട്ടുണ്ട്. പക്ഷെ വില പല അധികം വരും. നമ്മൾ ബാർഗൈനിങ് വരും. ഒറ്റക്ക് പോയി ചോദിച്ചപ്പോൾ എന്നോട് 300 എന്ന് പറഞ്ഞ്, ഗ്രൂപ്പായി ചോദിച്ചപ്പോൾ 150, അങ്ങനെ ഓരോ റേറ്റ് ഉണ്ട്. അടിപൊളി കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കാശി ഘാട്ടിൽ പിന്നെ മണികർണിക ഘാട്ടൊക്കെ പോകേണ്ടത്. രാവിലെ തന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഗംഗയിൽ സ്നാനമുണ്ട്. അങ്ങനെ പുണ്യകർമ്മങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ കിട്ടും. ിൻ്റെ ഇതിലൂടെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ, ഇങ്ങനത്തെ വെള്ളം, പിന്നെ മാല, അതൊക്കെ കിട്ടും. ഇപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു റെസ്റ്റോറൻ്റൊക്കെ കാണാം. ഇതേത് ഘാട്ടാന്ന് അറിയില്ല. മൻമന്ദിർ ഘാട്ട്, ദശാശ്വമേധ് ഘാട്ട്, വാരണാസി. അപ്പോൾ ദശാശ്വമേധ് ഘാട്ട് തന്നെയാണ് ആദ്യത്തെ ഉള്ളത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുപ്പൂർ ഭൈരവി ഘാട്ടാണ്. തിരുപ്പൂർ ഭൈരവി ഘാട്ടിൽ ഞാനൊരു സംഗതി കണ്ടു. ഒരു കേരള ഗംഗ എന്നൊരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എന്താ ദോശ കോർണറാണ് തോന്നുന്നു. കേരള റെസ്റ്റോറൻ്റാണ്. ദോശ അങ്ങനത്തെ ഒക്കെ കിട്ടും. ഇതൊരു കേരള ചാനലാണ്. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കേരള ഹോട്ടൽ. ഇതാണ് അവിടെ ആളെ ഓണർ ഇല്ല ഇപ്പോൾ. ഇവിടെ ദോശയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളിപ്പോൾ തിരുപ്പൂർ ഭൈരവി ഘാട്ടിലാണ്. അവിടെ ഞങ്ങളൊരു കേരള ഹോട്ടൽ കണ്ടു. അപ്പോൾ അതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു ഹോട്ടലാണ്. കേരളക്കാരൻ തുടങ്ങിയത്. സ്റ്റാഫ്സൊന്നും മലയാളിയല്ല. ഇതാണ് മീർ ഘാട്ട്. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ഘാട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഒരുപാട് ആചാരങ്ങളും ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. ഇവിടെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് തോന്നും മീർ ഘാട്ട്. മറ്റ് ഘാട്ട്സിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. നേരെ വിശ്വനാഥ് ഘാട്ടിലേക്ക്, പിന്നെ മണികർണിക ഘാട്ടിലേക്ക് യാത്ര ചെയ്യാം. അടുത്ത ഘാട്ടാണ് ലളിത ഘാട്ട്. വാരണാസിയിലെ ഒരു പുരാതനമായ ഒരു ഘാട്ടാണ് ലളിത ഘാട്ട്. ഒരു കൊട്ടാരമുണ്ട്. ഇതിനോട് അടുപ്പിച്ചുള്ള ഒരു കുളക്കടവാണിത്.
വലിയൊരു കൊട്ടാരം തന്നെയാണ് അതിൻ്റെ അടുത്തുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ പോയി നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ വലുതാക്കാടി. നല്ല വലിയ കോറിഡോറാണ്. നല്ല മനോഹരമായ ഒരു ഇതാണ്, കാഴ്ചകളാണ് ഉള്ളത്. തൊട്ടടുത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പണ്ട് രാജാക്കന്മാരുടെ പാലസ് പോലെ അതുതന്നെയാണ്, പണ്ടത്തെ കൊട്ടാരമായിരുന്നു. ഒരു ക്ഷേത്രമാണ്, കൊട്ടാരമല്ല, പക്ഷെ അതേപോലെ ഉണ്ട്. ഇതാണ് സാക്ഷാൽ കാശി ഭഗവാന്റെ മന്ദിരമാണ്, അമ്പലമാണ്. ഈ ഘാട്ടിൻ്റെ പേരാണ് കാശി ഘാട്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ മുകളിലൊന്ന് നടന്നു പോയി നോക്കാം. ഇതാണ് കാശി ഘാട്ടിൻ്റെ കാഴ്ചകൾ. ആണ് ക്ഷേത്രമുള്ളത്. കാശി മന്ദിരം പിന്നെ കാണാം, കാരണം മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റും. പക്ഷേ അതിന് പ്രത്യേകിച്ച് ടൈമില്ല. കാശി മന്ദിരത്തിൽ നമുക്ക് എപ്പോൾ വേണേലും പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇനി മണികർണിക ഘാട്ടിലേക്കൊക്കെ പോയി മറ്റ് കാഴ്ചകൾ കാണാം.